friends, welcome to my channel. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഈസ് കുക്കിംഗ്. നമ്മൾ ഒരു നല്ല ക്രിസ്പിയായിട്ട് മൊരിഞ്ഞിരിക്കണ ഒരു ചിക്കൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ എന്താണ് സംഭവം എന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാധനമാണ് നമ്മൾ ഇന്നിപ്പോൾ ഉണ്ടാക്കിയേക്കണം. ഓക്കെ, അപ്പോൾ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ റിപ്ലൈ ഇട്ടുണ്ടായിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ്. റിപ്ലൈ ഇട്ടവർക്കൊക്കെ താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ സാധനം ഉണ്ടാക്കണേ എന്നാണ് നോക്കണത്. ഇത് ചിക്കനാണ് സംഭവം. ഓക്കെ, വെറും ചിക്കനല്ല, ഇതൊരു ഫ്യൂഷൻ റെസിപ്പി എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഞാൻ എന്താ ചെയ്തേക്കണേന്ന് അറിയാമോ? എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണം എന്ന് തോന്നിയപ്പോൾ ഞാനിത് ഈ ബർഗർ ബണ്ണിൻ്റെ അകത്ത് ഒരു ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ബർഗർ കഴിക്കാൻ മൂടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചിക്കൻ ബർഗർ എടുത്തിട്ട് അതിനെക്കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ പർട്ടിക്കുലർ റെസിപ്പി. അപ്പോൾ എങ്ങനെയാണ് ഈ ബർഗറിനെ നമുക്ക് നമ്മുടെ മലയാളി രീതിയിൽ ആക്കാൻ പറ്റുകയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പാൻ വെച്ചു. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് ഓയിൽ ഒഴിക്കണം. ഓക്കെ, ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യണത് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ആക്കണമെന്നൊന്നുമില്ല, കുത്തി അരിഞ്ഞിട്ടാലും മതി. ഓക്കെ, അതൊരു അര സ്പൂൺ ഉണ്ട്. അതൊന്ന് പതുക്കെ ഇങ്ങനെ അതിൻ്റെ കുത്തൊക്കെ മാറി ഒന്ന് വറന്ന് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സവാള, പിന്നെ ഞാനതിൽ സ്പ്രിംഗ് ഓണിയൻസും കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വൈറ്റ് തണ്ടും കൂടി ഇട്ടു. നല്ലോണം അത് നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. അപ്പോൾ അതും കൂടി ഈ സ്റ്റെപ്പിൽ ഇടണം കേട്ടോ. ആദ്യം സവാള ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മറ്റേ ചുമന്ന മുളക് ഇങ്ങനെ കുത്തിയരിഞ്ഞത്, ഉണക്കി മുളകൊന്നല്ല, പച്ചമുളക് തന്നെ, ആ ചുമന്ന കളറിലുള്ളത്, അത് കുത്തിയരിഞ്ഞത്, പിന്നെ നമ്മുടെ ബർഗർ കുത്തിയരിഞ്ഞത്, അതും കൂടി ചേർക്കും കേട്ടോ. ഈ സവാള മുരിഞ്ഞു വന്നതിന് ശേഷം വേണം അതെല്ലാം ഇടാനായിട്ട്. സവാള നന്നായിട്ട് മുരിഞ്ഞു വരാനായിട്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സവാള ഒരുമാതിരി നന്നായി വാടി മുരിഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബർഗർ കൊത്തിയരിഞ്ഞതും ചുമന്ന മുളകും, അതായത് പച്ചമുളക് തന്നെ ആ ചുമന്ന കളറിലുള്ളതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് പിന്നെയും ഒന്ന് നന്നായിട്ട്, ഇനിയാണ് നമ്മുടെ മൊരിക്കൽ ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമ്മുടെ ബർഗറിൻ്റെ ആ ബണ്ണിൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, ചിക്കൻ, അതിനെയും ഈ സവാളേനെയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമന്ന മുളകും എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് നന്നായിട്ട് നല്ല മുരിഞ്ഞിങ്ങനെ വരണം. ഓക്കെ, കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നോക്കിയാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്നാലാണ് എല്ലാ സൈഡ്സും കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വരുള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരുമാതിരി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ ആഡ് ചെയ്യേണ്ടത്, എൻ്റെ അടുത്ത് ഈ കറി എന്ന് പറഞ്ഞ ഈ മസാലയാണ് ഇവിടെ യൂറോപ്പിൽ കിട്ടുന്നത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചിങ്ങനെ തട്ടിയിട്ട് കൊടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച്. ഇപ്പോൾ ഞാനൊരു അര സ്പൂണൊക്കെ ഇട്ടുണ്ടാവും. ഇതിപ്പോൾ എന്താ വെച്ചാൽ കുറച്ചുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര അധികം നേരം കൂട്ടിക്കൊണ്ടിരിക്കണം, അത് വരാത്ത കാരണം. പിന്നെ ഞാനതിലിട്ടത് നമ്മുടെ കുരുമുളക് പൊടി. ഓക്കെ, നല്ല പൊടിച്ച് കറുത്ത കുരുമുളക് പൊടി, അതും നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ആ കറി മസാലയുടെയും ഇതിൻ്റെയൊക്കെ കുത്തുപോകാനായിട്ട് വെയിറ്റ് ചെയ്യണം. ഇനി ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഓട്സ്. ഒരു സ്പൂൺ ഓട്സ് ഇട്ടാൽ മതി ഒരു ബർഗറിൻ്റെ ഇത്രയും ഇതിന്. ഈ സംഭവം ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഇതങ്ങോട്ട് നന്നായിട്ട് ആ റെസിപ്പീനെ അങ്ങോട്ട് കുരു നല്ല ഇങ്ങനെ ക്രിസ്പി ആക്കും. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഇതിന് പകരം ചെയ്യുന്നത് തേങ്ങയാണ് ഇടുന്നത്. തേങ്ങ ഇട്ടിട്ട് ഇതേപോലെ തന്നെ വറുത്തങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല ക്രിസ്പിയായിട്ട് വരും അങ്ങനത്തെ ഈ മൊരിയിക്കണ റെസിപ്പീസിലൊക്കെ. അപ്പോൾ തേങ്ങ ഒന്നും എൻ്റെ അടുത്തില്ല ഇപ്പോൾ അവിടെ. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഇത്തിരി ഓട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പിയായിട്ട് വരും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ നോക്കണം. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മൊരിയിച്ച് അങ്ങ് എടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. അപ്പം പിന്നെ ഞാനിതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി ആ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുകളിൽ തൂവി കൊടുത്തു. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് കമൻറ്റ് ചെയ്ത എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആണ് എല്ലാവരും തെറ്റായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആരും ഓർത്തിട്ടുണ്ടാവില്ല ഇങ്ങനൊരു സംഗതിയാണെന്ന്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ കുക്കറി ഷോ. അപ്പോൾ ഞാനിങ്ങനത്തെ തരികിട റെസിപ്പീസുമായി ഇനിയും വീണ്ടും വരാം. Stay tuned. Thank you for watching.
പിന്നെ ഞാൻ അന്ന് ഫേസ്ബുക്കിലിട്ട വീഡിയോൻ്റെ കൂടെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആ ബർഗർ ബൺസ് ഈ എന്താ പറയുക, ഈ ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ ഇട്ടൊന്ന് മൊരിയിച്ചെടുത്തായിരുന്നു. പക്ഷേ ഈ തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തിരി റൈസ് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി ചിക്കിയെടുത്തു. അപ്പോൾ അതിൻ്റെ ആ എണ്ണയും അതൊക്കെ നമ്മൾ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് റൈസിൻ്റെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. ഞാനപ്പോൾ ഇങ്ങനെ തോന്നിയപ്പോൾ റൈസ് അതിലിട്ടങ്ങ് ഒന്ന് ചിക്കിങ് എടുത്ത്, അപ്പോൾ റൈസും ചൂടായി കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് കോമ്പിനേഷൻ ചെയ്തിരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ ഇൻ അനദർ എപ്പിസോഡ്. ടിൽ ദാറ്റ് ടൈം യു ഓൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.